വത്തിക്കാൻ ഡയറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പരിശുദ്ധ സിംഹാസനത്തിന്റെ സഭാകോടതിയായ സേക്രഡ് റോമൻ റോട്ടയുടെ നീതിന്യായ വർഷത്തിന്റെ ഉദ്ഘാടനം ലയോ പതിനാലാമൻ പാപ്പ നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് കോടതിയിൽ സേവനമനുഷ്ഠിക്കുന്നവരുമായി പാപ്പ ആദ്യ കൂടിക്കാഴ്ചയും നടത്തി. എല്ലാ പ്രവർത്തനങ്ങളെയും പ്രകാശിപ്പിക്കേണ്ടത് സത്യമെന്ന പുണ്യമായിരിക്കണമെന്ന മാർപ്പാപ്പ അംഗങ്ങളെ ഓർമ്മിപ്പിച്ചു. അത് യഥാർത്ഥ നീതിയിലേക്ക് നയിക്കുന്ന വലിയ ചാലകശക്തിയായ കരുണയിൽ ഊന്നിയതാകണം. എല്ലാറ്റിനും ഉപരിയായി ക്രിസ്തുവിലും സഭയിലും സുവിശേഷത്തിന്റെ സത്യത്തോട് ചേർന്നുള്ള അയൽക്കാരനോടുള്ള യഥാർത്ഥ സ്നേഹം ഏവരുടെയും പ്രവർത്തനത്തെ എപ്പോഴും പ്രചോദിപ്പിക്കുകയും വേണം, പാപ്പ പറഞ്ഞു. കത്തോലിക്ക സഭയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതികളിൽ ഒന്നാണ് സേക്രഡ് റോമൻ റോട്ട. വത്തിക്കാനിലെ സുപ്രധാന നീതിന്യായ വ്യവസ്ഥ. ചക്രം എന്ന അർത്ഥം വരുന്ന റോട്ടോ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ പേരിന്റെ ഉത്ഭവം. ജഡ്ജിമാർ വൃത്താകൃതിയിലിരുന്ന വിധി പറയുന്ന ആചാരത്തിൽ നിന്നാണ് ഈ പേര് വന്നത്. ഓഡിറ്റർമാർ എന്നാണ് കോടതിയിലെ ജഡ്ജിമാരെ വിളിക്കുന്നത്. കാനൻ നിയമത്തിൽ വിദഗ്ധരായ ഈ ജഡ്ജിമാരെ മാർപ്പാപ്പയാണ് നിയമിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള കോടതികളിലൊന്നായ റോമൻ റോട്ട 13-ാം നൂറ്റാണ്ടിലാണ് ആരംഭിച്ചത്. വിവാഹബന്ധങ്ങളുടെ റദ്ദാക്കൽ, സഭാ നിയമങ്ങളുമായി ബന്ധപ്പെട്ട അപ്പീലുകൾ, മെത്രാന്മാരുടെയും വൈദികരുടെയും അധികാരപരിധിയിലുള്ള നിയമതർക്കങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയുള്ള ഈ കോടതിയെ വത്തിക്കാനിലെ വിവാഹ കോടതി എന്നും വിളിക്കാറുണ്ട്. ഇതോടനുബന്ധിച്ച് മറ്റൊരു സ്ഥാപനമാണ് അപ്പസ്തോലിക് സിഗ്നാത്തുറ, കത്തോലിക്ക സഭയിലെ ഏറ്റവും ഉയർന്ന കോടതി. റോമൻ റോട്ടയുടെ വിധിയിൽ നിയമലംഘനമോ നീതിനിഷേധമോ ഉണ്ടെന്ന് പരാതി ലഭിച്ചാൽ അപ്പീൽ നൽകേണ്ടത് അപ്പസ്തോലിക് സിഗ്നാത്തുറയിലാണ്. സഭാനീതിന്യായ കോടതിയിലെ അവസാന വാക്കാണ് അപ്പസ്തോലിക് സിഗ്നാത്തുറ. ഹോളോകോസ്റ്റ് അനുസ്മരണ ദിനത്തിൽ എക്സ് പ്ലാറ്റ്ഫോമിൽ ലയോ പതിനാലാമൻ പാപ്പ സന്ദേശം പങ്കുവച്ചു. എല്ലാത്തരം യഹൂദവിരുദ്ധതയ്ക്കും എതിരെ സഭ ഉറച്ച നിലപാട് എടുക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. വംശീയത, ഭാഷ, ദേശീയത, മതം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഏതൊരു വിവേചനവും പീഡനവും സഭ തള്ളിക്കളയുന്നുവെന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പാപ്പ കുറിച്ചു. 1942 ക്രിസ്തുമസ് റേഡിയോ സന്ദേശത്തിൽ 12-ാം പിയൂസ് മാർപ്പാപ്പ പറഞ്ഞ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന വാക്കുകളാണ് ലയോ പതിനാലാമൻ പാപ്പയും പറഞ്ഞത് എന്നതാണ് ശ്രദ്ധേയം. അതേ ദിവസം തന്നെ മാധ്യമപ്രവർത്തകരുമായുള്ള കൂടിക്കാഴ്ചയിൽ ലയോ മാർപ്പാപ്പ പറഞ്ഞതും എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ച ആശയത്തിന് സമാനമായതായിരുന്നു. ചെറിയ രാഷ്ട്രങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തണമെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അക്രമമല്ല മറിച്ച് സംഭാഷണമാണ് ആവശ്യമെന്നുമായിരുന്നു പാപ്പയുടെ വാക്കുകൾ. കാസൽ ഗൊണ്ടോൾഫിൽ നിന്ന് തിരികെ വത്തിക്കാനിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പായിട്ടായിരുന്നു പാപ്പ മാധ്യമപ്രവർത്തകരോട് ഇക്കാര്യം പറഞ്ഞത്. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ വംശഹത്യ നടന്നത് നാസി ജർമ്മനിയുടെ കാലമായ 1933-നും 1945-നും ഇടയ്ക്കായിരുന്നു. ഏകദേശം 60 ലക്ഷം ജൂതന്മാരാണ് അക്കാലയളവിൽ ലോകത്തിലേക്ക് വച്ച് ഏറ്റവും ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെട്ടത്. ഹോളോകോസ്റ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 2005 നവംബർ 1-നാണ് എല്ലാ വർഷവും ജനുവരി 27 അന്താരാഷ്ട്ര ഹോളോകോസ്റ്റ് അനുസ്മരണ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചത്. ഹോളോകോസ്റ്റ് കാലത്തെ വത്തിക്കാൻ ഏറെ ആരോപണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അന്ന് പിയൂസ് 12-ാമനായിരുന്നു മാർപ്പാപ്പ. അദ്ദേഹം നാസികൾ നടത്തുന്ന കൂട്ടക്കൊലയെക്കുറിച്ച് മൗനം പാലിച്ചുവെന്നും ഹിറ്റ്ലറിനെതിരെ പരസ്യവിമർശനം നടത്തിയില്ല എന്നുമായിരുന്നു പ്രധാന ആരോപണം. എന്നാൽ ഈ ആരോപണം അവാസ്തവമാണെന്ന് പിൽക്കാലത്ത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പിയൂസ് 12-ാമൻ പാപ്പ യഹൂദരെ രക്ഷിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും കത്തോലിക്ക ദേവാലയങ്ങളും കന്യാസ്ത്രീ മഠങ്ങളും അക്കാലത്ത് ആയിരക്കണക്കിന് യഹൂദർക്ക് അഭയം നൽകിയത് മാർപ്പാപ്പയുടെ രഹസ്യ നിർദ്ദേശാനുസരണമായിരുന്നുവെന്നതുമാണ് സത്യം. ഹിറ്റ്ലറെ പരസ്യമായി വിമർശിക്കാതിരുന്നത് വിവേകപൂർവമായ തീരുമാനമായിരുന്നുവെന്നും അങ്ങനെ മാർപ്പാപ്പ വിമർശിച്ചാൽ യഹൂദരും കത്തോലിക്കരും കൂടുതലായി കൊല്ലപ്പെടുമായിരുന്നുവെന്നുമാണ് വത്തിക്കാന്റെ വാദം. യുദ്ധം അവസാനിച്ച ശേഷം തങ്ങൾ ജീവനോടെ ഇരിക്കുന്നതിന് കാരണം പിയൂസ് 12-ാമൻ പാപ്പയായിരുന്നുവെന്ന് പല യഹൂദ നേതാക്കന്മാരും പരസ്യമായി തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. എന്നിട്ടും അതുകൊണ്ടൊന്നും തൃപ്തി വരാതെ ഒരു കൂട്ടം ആളുകൾ വത്തിക്കാനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുവെന്നതാണ് ഖേദകരം. ചരിത്രകാരനായ ഫാദർ റോബർട്ടോ റിഗോലിയെ ജോസഫ് റാറ്റ്സിംഗർ ബെനഡിക്ട് 16-ാമൻ വത്തിക്കാൻ ഫൗണ്ടേഷന്റെ പ്രസിഡന്റായി വത്തിക്കാൻ സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റ് നിയമിച്ചു. റോം രൂപതയിലെ വൈദികനായ ഇദ്ദേഹം പൊന്തിഫിക്കൽ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും മോഡേൺ ചർച്ച് ഹിസ്റ്ററി ആൻഡ് ദ പേപ്പസിയൽ സ്പെഷ്യലിസ്റ്റുമാണ്. വത്തിക്കാൻ റേഡിയോ, വത്തിക്കാൻ ടെലിവിഷൻ, വത്തിക്കാൻ കമ്മ്യൂണിക്കേഷൻസ് എന്നിവയുടെ നേതൃസ്ഥാനം വഹിക്കുകയും 2006 മുതൽ 2016 വരെ പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസിന്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തിരുന്ന ഈശോസഭ വൈദികൻ ഫെഡറിക്കോ ലൊംബോർഡിയയുടെ പിൻഗാമിയായിട്ടാണ് ഫാദർ റോബർട്ടോ ചുമതലയേൽക്കുന്നത്. 2010 മാർച്ച് 1-ാം തീയതി ബെനഡിക്ട് 16-ാമൻ പാപ്പയാണ് ജോസഫ് റാറ്റ്സിംഗർ ബെനഡിക്ട് 16-ാമൻ വത്തിക്കാൻ ഫൗണ്ടേഷൻ സ്ഥാപിച്ചത്. റാറ്റ്സിംഗർ എന്ന ബെനഡിക്ട് 16-ാമൻ പാപ്പയുടെ രചനകളെക്കുറിച്ച് പഠിക്കുകയും പ്രചരിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ചിന്തകളെ കേന്ദ്രീകരിച്ചുള്ള അക്കാദമികവും സാംസ്കാരികവുമായ സംരംഭങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഫൗണ്ടേഷന്റെ ലക്ഷ്യം. റാറ്റ്സിംഗർ എന്ന ബെനഡിക്ട് 16-ാമൻ പാപ്പയുടെ പുസ്തകങ്ങളുടെ കോപ്പിറൈറ്റിൽ നിന്നുള്ള വരുമാനവും ഡൊണേഷനുമാണ് ഫൗണ്ടേഷന്റെ സാമ്പത്തിക സ്രോതസ്.
ജേണി ടു റിഡംഷൻ 2033 പദ്ധതിക്ക് വത്തിക്കാൻ അംഗീകാരം നൽകി. സ്പാനിഷ് ബിഷപ്സ് കോൺഫറൻസും ലോകമെമ്പാടുമുള്ള മറ്റ് എപ്പിസ്കോപ്പൽ കോൺഫറൻസുകളും രൂപം കൊടുത്തതാണ് ഈ പദ്ധതി. പുതിയ യൂറോപ്യൻ തലമുറയ്ക്ക് വിശ്വാസത്തിലേക്കും പ്രത്യാശയിലേക്കും ഒരു പാത തുറക്കാൻ യൂറോപ്പിലുടനീളമുള്ള യുവക്രൈസ്തവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ളതാണ് ഈ സംരംഭം. പദ്ധതിയുടെ ആദ്യഘട്ടം 2025 റോമിൽ പ്രത്യാശയുടെ ജൂബിലിയോടെ ആരംഭിച്ചു. 2027 സാന്റിയാഗോ ഡി കമ്പോസ്റ്റലയിലും 2033 ജെറുസലേമിലുമായിട്ടാണ് ജേണി ടു റിഡംഷന്റെ അടുത്ത പ്രോഗ്രാമുകൾ നടക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാവി പദ്ധതികൾ ആലോചിക്കുന്നതിനു വേണ്ടി പാലൻസിയയിലെ ബിഷപ്പ് മൈക്കൽ ഗാൻസിയാൻഡിയ വത്തിക്കാനിലെത്തി വിവിധ ഡിക്കാസ്ട്രിയിലെ അംഗങ്ങളുമായി ചർച്ച നടത്തിയിരുന്നു. ലയോ പതിനാലാമൻ പാപ്പ നടത്തുന്ന ആഫ്രിക്കൻ പര്യടനത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുകയാണല്ലോ. 2026 പാപ്പ നടത്തുന്ന ആഫ്രിക്കൻ പര്യടനത്തിൽ ആദ്യ രാജ്യം ഗിനിയായിരിക്കും. സർക്കാരും എപ്പിസ്കോപ്പൽ കോൺഫറൻസ് ഓഫ് ഇക്വറ്റോറിയൽ ഗിനിയയും പാപ്പയുടെ സന്ദർശന കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്പാനിഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഒരേയൊരു ആഫ്രിക്കൻ രാജ്യമാണ് ഗിനിയ. 2 നൂറ്റാണ്ടോളം സ്പാനിഷ് ആധിപത്യത്തിന് കീഴിലായിരുന്നു ഇവിടുത്തെ ജനത. 1968 കോളനി വാഴ്ച അവസാനിപ്പിച്ചത്. ക്ലരീഷ്യൻ സഭാംഗങ്ങളാണ് സുവിശേഷവൽക്കരണം ഇവിടെ നടത്തിയത്. അജപാലനപരമായ രീതിയിലൂടെയും മരിയഭക്തി, മതബോധനം എന്നിവയിലൂടെയുമാണ് സുവിശേഷവൽക്കരണം ഇവിടെ സാധ്യമായത്. കത്തോലിക്കർ ഭൂരിപക്ഷമുള്ള ആഫ്രിക്കൻ പ്രദേശം കൂടിയാണ് ഗിനിയ. പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇയർ ബുക്ക് ഓഫ് ദ ചർച്ച് പറഞ്ഞത് പ്രകാരം രാജ്യത്തെ ജനസംഖ്യയിൽ 74.8% കത്തോലിക്കരാണ്. സഭ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ കേന്ദ്രങ്ങളും രാജ്യത്ത് നിർണായക പങ്കുവഹിക്കുന്നുണ്ട്. ഒരു മാർപ്പാപ്പ ഗിനിയ സന്ദർശിക്കുന്നത് ഇത് 2ാം തവണയാണ്. ആദ്യ പാപ്പ സന്ദർശനം കഴിഞ്ഞിട്ട് ഇപ്പോൾ 40ലേറെ വർഷം കഴിഞ്ഞിട്ടുമുണ്ട്. 1982 ഫെബ്രുവരി 18 ആദ്യമായി ജോൺ പോൾ 2ാമൻ പാപ്പ ഗിനിയ സന്ദർശിച്ചത്. ഭരണകൂടവും സഭയും തമ്മിൽ ആരോഗ്യപരമായ ബന്ധം കാത്തുസൂക്ഷിക്കുന്ന രാജ്യം കൂടിയാണ് ഗിനിയ. പ്രസിഡന്റ് തിയോഡോറോ ഒബിയാങ് മാർപ്പാപ്പമാരെ സന്ദർശിക്കുകയും പാപ്പമാർ ഗിനിയ സന്ദർശിക്കണമെന്ന ആഗ്രഹം വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ദൈവവചനത്തിന്റെ നിക്ഷേപം ഇന്നു സഭയുടെയും നമ്മുടെയും കൈകളിലാണെന്ന് ലയോ പതിനാലാമൻ പാപ്പ. ജനുവരി 28 ബുധനാഴ്ചയിലെ പൊതുദർശന വേളയിൽ പോളാറാമൻ ഹാളിൽ സംസാരിക്കുകയായിരുന്നു പാപ്പ. ഒരേ വിശുദ്ധ നിക്ഷേപം, തിരുവെഴുത്തുകളും പാരമ്പര്യവും തമ്മിലുള്ള ബന്ധം എന്ന വിഷയം മുൻനിർത്തിയായിരുന്നു പാപ്പയുടെ സന്ദേശം. സൊസൈറ്റി ഓഫ് അപ്പസ്തോലിക് ലൈഫ് അംഗങ്ങളുമായി ലയോ പതിനാലാമൻ പാപ്പ ജനുവരി 29 കൂടിക്കാഴ്ച നടത്തി. ആത്മീയ വിവരങ്ങൾ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും അത് ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പാപ്പ ഓർമ്മപ്പെടുത്തി. ഓരോ ദൈവവിളിയും മറ്റുള്ളവർക്കുള്ള സേവനമാക്കി മാറ്റുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. വൈവിധ്യത്തിലെ ജീവനുള്ള കൂട്ടായ്മയാണ്. മനുഷ്യരാശിയെ മോചിപ്പിക്കാൻ ദൈവം തന്റെ സ്വപ്നങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഒരു യാത്രയിലാണ് സമർപ്പിതർ ജീവിക്കുന്നത്, പാപ്പ പറഞ്ഞു. വിശ്വാസകാര്യങ്ങളുമായി ബന്ധപ്പെട്ട വത്തിക്കാൻ ഡിക്കാസ്ട്രിയുടെ പ്ലീനറി സെഷനിൽ സംബന്ധിക്കുന്നവർക്ക് മാർപ്പാപ്പ സ്വകാര്യ കൂടിക്കാഴ്ച അനുവദിച്ചു. ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നതിൽ മാർപ്പാപ്പമാരെയും മെത്രാന്മാരെയും സഹായിക്കുക, വിശ്വാസത്തെയും ധാർമ്മികതയെയും കുറിച്ചുള്ള കത്തോലിക്ക പ്രബോധനത്തിന്റെ സമഗ്രത പ്രോത്സാഹിപ്പിക്കുക, അത് സംരക്ഷിക്കുക എന്നിങ്ങനെ വിശ്വാസകാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ഡിക്കാസ്ട്രി പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഡിക്കാസ്ട്രി പ്രസിദ്ധീകരിച്ച നിരവധി രേഖകളെക്കുറിച്ച് പാപ്പ പരാമർശിച്ചു. വിശ്വാസികൾക്ക് സഭയുടെ ഭാഗത്തുനിന്ന് കൃത്യവും വ്യക്തവുമായ ശബ്ദം വാഗ്ദാനം ചെയ്യുന്നവയാണ് ഈ രേഖകളെന്ന് പാപ്പ പറഞ്ഞു. യൂറോപ്യൻ പാർലമെന്റ് പ്രസിഡന്റ് റോബർട്ട മെറ്റ്സോള ലയോ പതിനാലാമൻ പാപ്പയെ സന്ദർശിച്ചു. ജനുവരി 29 അപ്പസ്തോലിക് പാലസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. ലയോ മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ വത്തിക്കാനിലെ ഈ പ്രഭാതം കൂടുതൽ അർത്ഥവത്തായി എന്ന് തന്റെ എക്സ് അക്കൗണ്ടിൽ മെറ്റ്സോള കുറിച്ചു. യൂറോപ്പിലും ലോകമെമ്പാടും സംഭാഷണത്തിലൂടെ സമാധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചുള്ള ചിന്തകളാണ് കൂടിക്കാഴ്ചയിൽ ഇരുവരും പങ്കുവച്ചത്. ഫെബ്രുവരി 6 മുതൽ 22 വരെ തീയതികളിൽ നടക്കുന്ന 25ാമത് ഒളിമ്പിക്സിന് വേണ്ടി ലംബാർഡിയയും വടക്കൻ ഇറ്റലിയും തയ്യാറെടുപ്പുകൾ നടത്തുന്ന അവസരത്തിൽ അത്ലറ്റുകൾക്കും വോളണ്ടിയേഴ്സിനും സ്പോർട്സ് അസോസിയേഷനുകൾക്കുമായി ലയോ പതിനാലാമൻ പാപ്പ സന്ദേശം നൽകി. മത്സരാർത്ഥികൾ പരസ്പരം ആദരവ് പുലർത്തണമെന്നും ടീം സ്പിരിറ്റ് കാത്തുസൂക്ഷിക്കണമെന്നും കോമോയിലെ ബിഷപ്പ് കർദിനാൾ ഓസ്കർ കന്റോനിക് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി വഴി അയച്ച സന്ദേശത്തിൽ പാപ്പ പറഞ്ഞു. എല്ലാവരെയും സാഹോദര്യത്തിലേക്ക് വിളിക്കുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിന്റെ തിളക്കമാർന്ന അടയാളമാകുന്നതിനും ഉദാരമായ ക്രിസ്തീയ സാക്ഷ്യം നൽകുന്നതിനും വടക്കൻ ഇറ്റലിയിലെ ഇടവക സമൂഹങ്ങളെയും പാപ്പ ക്ഷണിച്ചു. ഞായറാഴ്ച ആഞ്ചലസിലും മാർപ്പാപ്പ ഒളിമ്പിക്സിനെ പരാമർശിച്ചുകൊണ്ട് സംസാരിച്ചു. ഒളിമ്പിക്സും പാരാലിമ്പിക്സും സമാധാനപരമായ ഒരു ലോകത്തിനായുള്ള പ്രത്യാശയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനൊപ്പം സഹോദരത്തിന്റെ ഒരു പ്രധാന സന്ദേശത്തെ പ്രതിനിധീകരിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. വത്തിക്കാൻ ഗാർഡനിൽ പുതിയ 2 രൂപങ്ങൾ സ്ഥാപിച്ചു. പരിശുദ്ധ അമ്മയുടെയും ലീമായിലെ വിശുദ്ധ റോസായുടെയും മൊസൈക്ക് രൂപങ്ങളാണ് വത്തിക്കാൻ ഗാർഡനിൽ പുതുതായി ഇടം പിടിച്ചത്.
ഗാർഡനിൽ സ്ഥാപിച്ച 2 രൂപങ്ങൾ ലയോ മാർപ്പാപ്പ ആശീർവദിച്ചു. ചടങ്ങിൽ പെറുവിൽ നിന്നുള്ള മെത്രാന്മാരും പങ്കെടുത്തു. മെത്രാൻ സമിതി സംഭാവന ചെയ്തതാണ് ഈ മൊസൈക്ക് ചിത്രങ്ങൾ. അമേരിക്കയിൽ ജനിച്ച ആദ്യ വിശുദ്ധിയാണ് ലീമായിലെ വിശുദ്ധ റോസ. സ്വർഗമെന്ന ജന്മദേശം തേടിയുള്ള നമ്മുടെ യാത്രയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോടും ലീമായിലെ വിശുദ്ധ റോസയോടും നമുക്ക് മാധ്യസ്ഥം യാചിക്കാമെന്ന് പാപ്പ പറഞ്ഞു. റോമിൻ്റെ തിരക്കുകൾക്കിടയിൽ വത്തിക്കാൻ നഗരത്തിൻ്റെ ഹൃദയത്തിലാണ് വത്തിക്കാൻ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. വത്തിക്കാൻ നഗരത്തിൻ്റെ പാതിയോളം ഉദ്യാനങ്ങളാണ്. 13-ാം നൂറ്റാണ്ടിൽ പോപ്പ് നിക്കോളാസ് മൂന്നാമനാണ് വത്തിക്കാൻ ഉദ്യാനത്തിന് തുടക്കമിട്ടത്. ഫലവൃക്ഷങ്ങളുടെയും ഔഷധ സസ്യങ്ങളുടെയും ചെറിയ തോട്ടമായി വിഭാവനം ചെയ്ത വത്തിക്കാൻ ഗാർഡൻ പിൽക്കാലത്ത് ഓരോ മാർപ്പാപ്പമാരും വ്യത്യസ്ത ശൈലികളിൽ പുനഃസംഘടിപ്പിച്ചു. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും രൂപങ്ങൾ വത്തിക്കാൻ ഗാർഡനിലുണ്ട്. കൂടാതെ ചെറിയ ചാപ്പലുകളും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ മികച്ച മാതൃകയെന്ന നിലയിലാണ് വത്തിക്കാൻ ഗാർഡൻ വിലയിരുത്തപ്പെടുന്നത്. ഫെബ്രുവരി 1-ാം തീയതി ലയോ മാർപ്പാപ്പ വളരെ അസാധാരണമായ ഒരു കൂടിക്കാഴ്ച അപ്പസ്തോലിക് പാലസിൽ നടത്തി. പേപ്പൽ ഹൗസ് ഹോൾഡിലെ സേവകരുമായുള്ള കൂടിക്കാഴ്ചയായിരുന്നു അത്. ആൻഡ് ചേംബർ ഓഫീഷ്യൽ, പേപ്പൽ ചെയർമാൻ എന്നിവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ഇവരെ പൊതുവെ സെഡിയാരി എന്നാണ് വിളിക്കുന്നത്. സെഡിയാരി എന്ന ഇറ്റാലിയൻ വാക്കിന് പാപ്പയെ പ്രത്യേക കസേരയിൽ ചുമന്നുകൊണ്ടുപോകുന്നവർ എന്നാണ് അർത്ഥം. പാപ്പയെ പൊതുസമ്മേളനങ്ങളിലും ഔദ്യോഗിക ചടങ്ങുകളിലും പ്രത്യേക കസേരയിലിരുത്തി ചുമന്നുകൊണ്ടുപോകുന്നവരായിരുന്നു അവർ. മാർപ്പാപ്പയോടുള്ള വിശ്വസ്തത, ആത്മാർത്ഥതയോട് ചെയ്യുന്ന അവരുടെ ദൈനംദിന സേവനങ്ങൾക്ക് ലയോ മാർപ്പാപ്പ നന്ദി പ്രകടിപ്പിച്ചു. നിങ്ങളുടെ പ്രവൃത്തിയെ 3 ക്രിയകളാൽ സംഗ്രഹിക്കാമെന്ന് ഞാൻ കരുതുന്നു. അവ അതിൻ്റെ അർത്ഥവും മൂല്യവും സംരക്ഷിക്കുന്നു. ഒരുങ്ങുക, സ്വാഗതം ചെയ്യുക, അഭിവാദ്യം ചെയ്യുക, പാപ്പ പറഞ്ഞു. പെറുവിലെ മെത്രാന്മാരോടൊപ്പം സാഹോദര്യത്തിന്റെ ഉച്ചഭക്ഷണം കഴിച്ച് ലയോ പന്നിലമൻ പാപ്പ. ആദിലമിന സന്ദർശനത്തിനായി എത്തിയവരായിരുന്നു മെത്രാന്മാർ. രാജ്യത്തെ 46 മെത്രാന്മാരാണ് പാപ്പയെ സന്ദർശിച്ചത്. പെറുവിൻ്റെ സമാധാനത്തിനും ഭാവിക്കും വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഈ സന്ദർശനം ഞങ്ങളെയെല്ലാം ശക്തിപ്പെടുത്തുകയും മികച്ച രീതിയിൽ സേവിക്കാൻ വിശ്വാസത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് പെറുവിലെ മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ് മോൺസിഞ്ഞോർ കാർലോസ് ഗാർസിയ കമേദർ പറഞ്ഞു. ലയോ മാർപ്പാപ്പ 20 വർഷം പെറുവിലെ മിഷണറിയും പിന്നീട് ചിക്ലായോ രൂപതയുടെ മെത്രാനുമായിരുന്നു. പെറുവിലെ സഭ നേരിടുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് അപ്പോസ്തലന്മാരുടെ രീതിയിൽ ലാളിത്യത്തോടും ധൈര്യത്തോടും കൂടി കർത്താവിനാൽ നയിക്കപ്പെടാൻ സ്വയം വിട്ടുകൊടുക്കണമെന്ന് പാപ്പ മെത്രാന്മാരോട് പറഞ്ഞു. 5 ഭൂഖണ്ഡങ്ങളിൽ നിന്നും വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നും രാഷ്ട്രീയ വിശ്വാസങ്ങളിൽ നിന്നുമുള്ള 100 യുവനേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ശില്പശാലയെ ലയോ പന്നിലമൻ പാപ്പ അഭിസംബോധന ചെയ്തു. ഏകമാനവികത, ഏകഗ്രഹം എന്നായിരുന്നു ശില്പശാലയുടെ പേര്. മനുഷ്യരാശിയെ ഒന്നായും ഭൂമി എന്ന ഗ്രഹത്തെ നമ്മുടെ പൊതുഭവനമായും കാണുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. വ്യത്യസ്ത രാജ്യങ്ങളും സംസ്കാരങ്ങളും മതങ്ങളും ശത്രുതയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് ഒരു സിനഡൽ ശൈലിയിലുള്ള സഹകരണത്തിനും വളർച്ചയ്ക്കും വേണ്ടിയാണെന്ന് പാപ്പ പറഞ്ഞു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ഖനി ദുരന്തത്തിലും മൊസംബിക്കിലെയും പോർച്ചുഗലിലെയും പ്രകൃതിക്ഷോഭങ്ങളിലും പാപ്പ അനുശോചനം അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ഖനി ദുരന്തത്തിലും മൊസംബിക്കിലെയും പോർച്ചുഗലിലെയും പ്രകൃതിക്ഷോഭങ്ങളിലും മരണമടഞ്ഞവർക്ക് നിത്യശാന്തി ലഭിക്കുന്നതിനു വേണ്ടിയും ദുരിതബാധിതരായ ഓരോരുത്തർക്കും വേണ്ടിയും ലയോ പന്നിലമൻ പാപ്പ പ്രാർത്ഥിക്കുകയും തന്റെ അനുശോചനം അറിയിക്കുകയും ചെയ്തു. കോങ്കോയിലെ ഖനി ദുരന്തത്തിൽ 200 പേരാണ് കൊല്ലപ്പെട്ടത്. കോങ്കോയിലെ കോൾട്ടൻ ഖനിയിലാണ് അപകടമുണ്ടായത്. മൊസംബിക്കിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ 150 പേരാണ് മരണമടഞ്ഞത്. ഈ ദുരന്തം 1 മില്യണോളം ആളുകളെ പ്രതികൂലമായി ബാധിച്ചു. പോർച്ചുഗലിലെ ക്രിസ്റ്റ്യൻ കൊടുങ്കാറ്റിൽ 6 പേരാണ് കൊല്ലപ്പെട്ടത്. 9 ലക്ഷത്തോളം ആളുകളെ ഈ ദുരന്തം ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളിലും ഈ ദുരന്തബാധിതർ ഉണ്ടാവട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ വത്തിക്കാൻ ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.